അപ്പൊ നമ്മളിനി അവസാനത്തെ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ക്വിക്ക് ലുക്ക്, ഒരു പോയിന്റിലേക്ക് നമുക്ക് പോവാം. കാരണം അതിലേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിന്ന് ഫാമിലിയെ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചെങ്കിലും നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഒരു എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആരും തനിയല്ല ജീവിക്കുന്നത്. ഈവൻ പാർട്ട്ണറെ നഷ്ടപ്പെട്ട ആളുകൾ, അവരും നല്ല സുഹൃത്തുക്കള്, നല്ല ബന്ധങ്ങൾ, ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ് അവർക്ക് പിന്നെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവരും ആയിട്ടുള്ള ബന്ധം നന്നാവണമെങ്കിൽ എല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ. പിന്നെ നമ്മള് വേറെ എന്തെങ്കിലും ലക്ഷ്മിയടുത്തേക്ക് പ്രത്യേകിച്ച് തോന്നുന്ന പോയിന്റ്സ് ഉണ്ടോ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ? ഈയിടെ ആരാന്നും പറയില്ല, കൊറോണ കാലത്ത് ഈ ഡിവോഴ്സ് പെറ്റീഷൻസ് വളരെ അധികമായി. അതിന് അസീസിന്റെ അഭിപ്രായത്തിൽ എന്താ അതിന് കാരണം? ഈ കൊറോണ കാലത്ത് ഹോം ആയിരുന്നല്ലോ. അതെ 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 അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഐഡിൽ മൈൻഡ് ഡബിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. അപ്പൊ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിലും ഈ മുമ്പ് രാവിലെ പോയി വൈകുന്നേരം വന്നുകൊണ്ടിരുന്ന ആളുകൾ, ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, അവര് ഒരുമിച്ച് ഇരിക്കുന്ന സമയത്ത് നമ്മള് ഈ നന്മകൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് വീണ്ടും ഈ നമ്മൾ വീട്ടിൽ ഒരുമിച്ചിരിക്കുമ്പം ഭാര്യയുടെ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഭർത്താവിന്റെ നല്ല കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ചെറിയ ചെറിയ കുഴപ്പങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ പോയിട്ട് പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഈ ചെറിയ ചെറിയ സംസാരങ്ങൾ, പിന്നെ പുറത്തു പോകാൻ പറ്റാത്തതിന്റെ ഒരു വിരസത ഉണ്ടല്ലോ. സാധാരണ ഈ കുറച്ച് മൂഡ് ഓഫ് നമുക്കൊന്ന് പുറത്തു പോയി വരാം, അല്ലെങ്കിൽ പുരുഷന്മാരായി കഴിഞ്ഞാൽ ഇച്ചിരി മൂഡ് ഓഫോ വഴക്കൊക്കെ ആകുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പുറത്തിറങ്ങി ഡ്രൈവ് ചെയ്ത് വരും. ഇത് അവിടെ കിടന്ന് ഇങ്ങനെയുള്ള മനസ്സിലുള്ള ചിന്തകൾ ഇങ്ങനെ കൂടിക്കൂടി, അവിടെയാണ് നമ്മുടെ ഈ ഊരാക്കുടുക്കിന്റെ പ്രാധാന്യം. ഒരു ചിന്തയുടെ മുകളിൽ മറ്റൊന്ന് വരുമ്പോൾ ഇത് പരസ്പരം ടച്ച് ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം എടുക്കുന്നത് താഴെയുള്ള ചിന്തയായിരിക്കും, അപ്പൊ മുകളിൽ ഉള്ളത് ഇതുമായിട്ട് ഇങ്ങനെ പിടഞ്ഞു കിടക്കും. ഇങ്ങനെ പലതും ചെയ്തിട്ട് നമ്മള് പിന്നെ ഇവള് ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അതേപോലെ ഇവൻ ഇങ്ങനെയാണ് എന്ന രീതിയിലുള്ള ഒരുപാട് ചിന്തകൾ വരികയും, അപ്പൊ ആ ചിന്തകളെ അവർക്ക് അതിന്റെ പരിഹാരത്തിന് പകരം, അതായത് ഈ പെർമനന്റ് ആയിട്ടുള്ള പരിഹാരങ്ങളും പോസിറ്റീവ് പരിഹാരങ്ങൾക്കും പകരം പലപ്പോഴും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ആളെ കൂടെ എനിക്ക് ജീവിക്കേ വേണ്ട, ഇങ്ങനെയുള്ള ജീവിതം മടുത്തു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ പിന്നെ പെട്ടെന്ന് തന്നെയുള്ള മൂവ്മെന്റ് ആണ്. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ജോലി അധികമായി ഈ സമയത്ത്. കുട്ടികളും വീട്ടില്, ഭർത്താവും വീട്ടില്, കുട്ടികളും വീട്ടില്, 3 നേരത്തെ ഭക്ഷണം, കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പൊ ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ള മാതിരിയാണ്, ഇപ്പൊ ഭക്ഷണം റെഡിയായി എന്നുള്ളതും കൂടി വാട്സാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ മാതിരിയാണ്. എല്ലാരും അവനവന്റെ മുറികളിലായിരിക്കും, കുട്ടികളാണെങ്കിലും ഭർത്താവാണെങ്കിലും. അപ്പൊ ഇവള് ഈ സ്ത്രീ തന്നെ അടുക്കളയില്, നേരത്തെ പറഞ്ഞ മാതിരി അടുക്കള കൂട്ടാനും വയ്യ നമുക്ക്, 3 നേരം വെച്ച് വിളമ്പ് തന്നെ വേണം അല്ലെ. അപ്പോ എനിക്ക് തോന്നുന്നു ജോലിയൊക്കെ അധികമായിട്ടുള്ള അതിന്റെ ഒരു ടെൻഷനും കൂടി ഉണ്ടാവുന്നു. ഫിസിക്കലി മെന്റലി സ്ത്രീ ടയേർഡായി വളരെ. അതിന്റെ അപ്പൊ ഒരു സാന്ത്വനം ഇല്ലായ, ഒരു സഹായം ഇല്ല, ഭർത്താവിന്റെ സൈഡിൽ സഹായം ഇല്ല, സാന്ത്വനം എപ്രിസിയേഷനും തീരെ ഇല്ല. അങ്ങനെ വന്നതുകൊണ്ടായിരിക്കും എനിക്കൊരു തോന്നല്. തീർച്ചയായിട്ടും അത് ലക്ഷ്മി അടുത്ത് പറഞ്ഞ വളരെ വലിയൊരു പോയിന്റ് ആണ്. എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ എന്റെ അടുത്ത് പറയുണ്ടായി, സാധാരണ ഞാൻ ജോലിക്ക് പോകും, പിന്നെ ഭാര്യ ഇവിടുന്ന് സാധാരണ വീട്ടിലുള്ള മറ്റു കാര്യങ്ങൾ, പിന്നെ കുട്ടികളുടെ കാര്യം, കുട്ടികളുടെ ഹോംവർക്ക്, വീട് വൃത്തിയാക്കി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിൽക്കും. ഇപ്പം ഇദ്ദേഹത്തിന് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം കുറച്ചു ദിവസം ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി, ക്വാറന്റൈനിലായി. അതേസമയത്ത് തന്നെ ഭാര്യക്ക് വേറൊരു പ്രോജക്റ്റ് വന്നിട്ട് അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. അപ്പൊ ഈ ഓൺലൈൻ ക്ലാസ്സും കൂടി ആയപ്പം അദ്ദേഹത്തിന് കുട്ടികളെ നോക്കണം, വീട് ഇതൊക്കെ ചെയ്യണം. അദ്ദേഹം അപ്പോഴും പറയാണ്, ഈ 5ഉം 6ഉം കാര്യം എന്റെ ഭാര്യ സുന്ദരമായിട്ട് ചെയ്തിട്ട് ഞാൻ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ടു. ഇവിടെ ഇപ്പൊ ഒരു പണി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഞാൻ ഭാര്യയെ മനസ്സാക്കുകയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഈ കൂടെ ഇരുന്ന സമയത്ത് പങ്കാളിയുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം എന്റെ പങ്കാളി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടാണ്, ചിലപ്പം രണ്ടുപേരായാലും അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ്രിസിയേഷനോടുകൂടി നമ്മുടെ പങ്കാളിയിലുള്ള നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം ആണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ബന്ധങ്ങള് പിന്നെ വിച്ഛേദിക്കാനും തെറ്റിപ്പോവാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ബന്ധങ്ങൾ വിച്ഛേദിച്ചു പോകുന്ന പല ആളുകളും പിന്നീട് ഒരു ബന്ധം സഹിക്കാൻ പറ്റാതെ പുറത്തു പോകുന്ന ആളുകൾ മറ്റ് ബന്ധങ്ങളിൽ, അതായത് കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന മറ്റ് ഷോർട്ടായിട്ടുള്ള പല ബന്ധങ്ങളിലും പോവുകയും മാനസികമായിട്ട് ഡിപ്രസ്ഡ് ആവുക, മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെടുകയൊക്കെ ചെയ്തിട്ട് അവസാനം അവരെ കണ്ടെത്തുന്ന എന്തായാലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ
ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വളരെ തിരക്കിട്ട തീരുമാനങ്ങളൊന്നും ഒരിക്കലും എടുക്കാതിരിക്കുക. നമ്മുടെ കൂടെ ഉള്ളത് എന്താ, നമ്മള് സിനിമയിലൊക്കെ പറയില്ലേ, നീ എന്റെ മുത്താണ് എന്നൊക്കെ പറയുന്ന, ആലങ്കാരികമായിട്ട് പറയുന്നത് പോലെ നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും നമുക്ക് കിട്ടാവുന്ന ലോകത്തുള്ള ഏറ്റവും നല്ല പങ്കാളിയാണ് എന്ന് തിരിച്ചറിയാം. നമ്മള് ഈ പുറത്ത് നിമിഷ നേരങ്ങൾക്ക് കാണുന്ന, അല്ലെങ്കിൽ 1 മണിക്കൂർ കാണുന്ന, ഒരു ദിവസം കാണുന്ന ആളുകളിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുകയും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുടെ പോസിറ്റീവ് കാണാതെ പോവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പുറത്തേക്ക് പോകാൻ തോന്നുന്നത്. നേരെ തിരിച്ച് നമ്മുടെ കൂടെയുള്ള ആളുടെ പോസിറ്റീവ് കാണുകയും പുറത്തുള്ള ആളുകളെ ഓഫ് കോഴ്സ് നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ കാണുന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു നമുക്ക് വേണമെന്നാണ്. അതുകൊണ്ട് സാധാരണ എല്ലാവരും പറയാം, ബി കൈൻഡ് ടു യുവർ സ്പൗസ് എന്ന് പറയുന്ന ഒരു രീതി. പരസ്പരം കരുണ കാണിക്കുക, പരസ്പരം അപ്രിഷിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കും ഒരു കാര്യമാണ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഡിപ്ലോമസി നമ്മള് രാജ്യത്തിന് വേണ്ടി കാണിക്കും, കമ്പനിക്കും, ബോസിന്റെ അടുത്ത് കാണിക്കും, സുഹൃത്തുക്കൾക്കും. പക്ഷെ ഭാര്യയുടെ അടുത്ത് ആരും, അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് ആരും ഡിപ്ലോമസി കാണിക്കില്ല. പക്ഷെ അത് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും കാണിക്കാനുള്ളതാണ്. ഒരാളുടെ മൂഡും സമയവും അവരുടെ എന്താ പറയാ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ പെരുമാറ്റം. നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നും പറഞ്ഞിട്ട് എന്റെ പങ്കാളിയായോണ്ട് ഇയാൾ എവിടെയും പോയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നമ്മൾ പോവാതിരിക്കാനാണ്. അതെ, അതും വ്യക്തിത്വം, സ്വന്തം വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തി തന്നെയാണ്, ഒരു ഹ്യൂമൻ ബീങ് തന്നെയാണ് എന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കണം. അതാണ്. അപ്പൊ നല്ല കമ്മ്യൂണിക്കേഷൻ, നമ്മള് ഇത്രയും നേരം പറഞ്ഞ മാതിരി നല്ല ആശയവിനിമയം, പക്ഷേ സമയവും കാലവും നോക്കിയിട്ട് ആശയവിനിമയം നടത്തുക. അതാണ് ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നത്. സന്ദർഭം, സമയം, കാലം എല്ലാം നോക്കിയിട്ട്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ആരുടെയും പ്രശ്നം അറിവില്ലായ്മയല്ല, പകരം നമുക്കത് പ്രയോഗിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പക്ഷെ ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി പ്രയോഗിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ഡിസ്കഷൻ ഫലപ്രദമാവട്ടെ നമുക്കും മറ്റുള്ളവർക്കും. സത്യം പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പിന്നെ നമ്മൾ കുറച്ചു ഭാഗം മാത്രമേ ടച്ച് ചെയ്തുള്ളൂ. അത് ഇതിന് വേണ്ട എല്ലാവിധ ഒരു ഗൈഡൻസും ഒരു എന്താണ് പറയാ എന്താ പറയുക, ഇതിന്റെ ഒരു ഡയറക്ഷൻ നിശ്ചയിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് നമ്മുടെ ആരാധനായ ലഫ്റ്റനന്റ് ജനറൽ ഹാരിസ് സാറാണ്. ഹാരിസ് സാർ ഒരുപാട് ഗൈഡൻസ് തരാണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ അടുത്ത എപ്പിസോഡുകളിലാണ് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റുക. കാരണം ഈ നമ്മള് ഡിഫൻസ് പോലെയും അല്ലെങ്കിൽ കമ്പനികളിലും സമൂഹമായിട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, പിന്നെ നമ്മൾ പറയുന്ന രീതി, പിന്നെ പറയുമ്പോഴുള്ള നമ്മുടെ എക്സ്പ്രഷൻ, പിന്നെ അത് നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു, ഏത് സാഹചര്യത്തിൽ, പിന്നെ നമ്മൾ അവതരിപ്പിച്ച ഒരു കാര്യം മറ്റുള്ളവർ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നത്. പ്രത്യേകിച്ച് ഒരു ലീഡർ എന്ന നിലയിൽ ഇപ്പൊ സാറ് പറയണ്ടായി, ഒരു ഓപ്പറേഷന് വേണ്ടി ഒരു ട്രൂപ്പിനെയൊക്കെ അയക്കുന്ന സമയത്ത് നമ്മളൊരു സ്ഥലം ഒന്നുകിൽ പരിശോധിക്കാനോ പിന്നെ വളയാനൊക്കെ ഒരു സേനയെ അയച്ചു കഴിഞ്ഞാൽ അവരവിടെ പോയിട്ട് എന്ത് ചെയ്യും എന്നും ആ സാഹചര്യം എന്താണെന്നും കൂടെ ആ ലീഡർ മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ മാത്രമല്ലേ, കാരണം ഈ അവിടെ ഈ ജീവനും ഓരോരുത്തരുടെ ജീവനും വിലയുള്ള ഒരു സമയമാണല്ലോ. ചെറിയൊരു തെറ്റ് പോലും വലിയൊരു ആപത്തിലേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കമ്മ്യൂണിക്കേഷനൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും പിന്നെ നമ്മൾ അടുത്ത ചർച്ചയിൽ സമൂഹമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷന്റെ ചർച്ചയിൽ ഉൾപ്പെടുത്താം. എന്തായാലും വലിയൊരു നമസ്കാരം, നന്ദിയും ഇവിടെ അറിയിക്കുകയാണ്. അപ്പോ ലക്ഷ്മി അടുത്ത് നമുക്ക് ഇന്ന് ഈ ഭാഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം അല്ലെ, മനോഹരമായ ഒരു. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാം പിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ അറിയുന്ന പരമാവധി ആളുകളിലേക്ക്, ഒരാൾ 10 പേരിലേക്ക് അയച്ചാൽ പോലും ഈ സംഗീതമയ ജീവിതം ചെയ്യുന്ന ഈ വർക്കിന് അതിന്റെ ഫലപ്രാപ്തി എത്തും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാം. ഇന്നത്തെ ഇത് കൺക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ ലക്ഷ്മി അടുത്തെയാണ്. എന്താണ് പറയാനുള്ളത്? ഇത് എനിക്ക് തോന്നുന്നു ജനറൽ ഹാരിസ് പറഞ്ഞ മാതിരി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മള് വാക്കുകൾ എപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ വാക്കുകൾ വളരെ വളരെ പ്രധാനമാണ്. ദേഷ്യപ്പെട്ടിട്ടാണ്, ദേഷ്യം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും അത് നമ്മൾ പറയണ അത് സാരല്ല എന്ന് പറയുന്നത് ഒരു തരം കമ്മ്യൂണിക്കേഷൻ. ഒട്ടും നന്നായില്ല ചെയ്തത് എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ. രണ്ടിലുമാണ് കേൾക്കുന്ന ആൾക്ക് ഏതായിരിക്കും ബെറ്റർ. എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഉൾക്കൊള്ളാൻ മറ്റേ ആൾക്ക് സാധിക്കണം, ലിസണർക്ക് സാധിക്കണം. അങ്ങനെയുള്ളത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവുന്നു.
അതെ. പിന്നെ പറഞ്ഞ മാതിരി കുറെ നമ്മളുടെ നമ്മൾ കുടുംബത്തിലാണെങ്കിൽ ലെറ്റ് ഗോ. ഇപ്പൊ ഇതുകൊണ്ടൊന്നും ലോകം കീഴ്മേൽ മറിയാനൊന്നും പോണില്ല അല്ലെ. നമ്മളുടെ ചെറിയ ചെറിയ ദുഃഖങ്ങളും ഒന്നും പോട്ടെ, സാരില്ല, അങ്ങനെ വിടുക. ഒരുപാട് കാര്യങ്ങള് അതിനെയൊക്കെ പെരുപ്പിച്ച് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാതെ സാധിക്കെങ്കിൽ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് മറന്നേക്കുക. അപ്പൊ നമ്മളുടെ ഡിപ്രഷൻ അവനവന്റെ ഡിപ്രഷൻ തന്നെയാണ് പറയാ. അത് എന്റെ മനസ്സിൽ അതൊരു നല്ല ഉപാധിയാണ്, ലെറ്റ് ഗോ എന്നുള്ളത് എപ്പോഴും. അല്ല നല്ല നല്ല ഒരു ടെക്നിക്കാണ് തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ആളുകളോട് സംസാരിക്കുമ്പോഴാണ് നമുക്കറിയാത്ത ഓരോ ആളുകളും അവരുടേതായ പല ടെക്നിക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ഇത്തരം ചർച്ചകളിലൂടെ ഇപ്പൊ തന്നെ ഓരോ പ്രോഗ്രാമും നമ്മൾ രണ്ടുപേരും നീലിയും ഒക്കെ കൂടി ഒരുപാട് റിസർച്ച് നടത്തിയാണ് ചെയ്യുന്നത് ഓരോ പരിപാടി. അപ്പൊ അത് എനിക്ക് അതെ അതെ. അപ്പൊ അതിൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി എല്ലാവരും സഹായിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവങ്ങൾ പങ്കുവെക്കാൻ മതി. ഇതേപോലെ നമുക്ക് ഈ വേദിയിലൂടെ പ്രകാശിപ്പിക്കാൻ പറ്റും. ഈ അനുഭവങ്ങൾ പങ്കുവെക്കുകയും പാട്ട് പാടുകയും സർവോപരി നമ്മുടെ ഈ പ്രോഗ്രാം കണ്ട അഭിപ്രായങ്ങൾ പറയുകയും പിന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത എല്ലാവരോടും നമുക്ക് ശുഭരാത്രി പറയാം അല്ലെ. ജീവിതം തന്നെ സംഗീതമയമാക്കുക. സംഗീതമയമാക്കുക തീർച്ചയായിട്ടും. ശുഭരാത്രി. ശുഭരാത്രി.